രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പ് നമ്മളെല്ലാം ധരിച്ചിരുന്നത് ഞാൻ നിഷ്പക്ഷതയായ ഒരു കക്ഷി പിടിക്കാതെ പറയാം, ഇടതുപക്ഷത്തിന് വൻ തകർച്ച ഇവിടെ ഉണ്ടാകും. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ ഒരുപാട് കുറ്റാരോപണങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഏറ്റവും വളരെ മോശമായ ഒരു പരിസ്ഥിതി നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്തിന് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ ത്രിതല പഞ്ചായത്തിൽ ഇടതുപക്ഷം ഇവിടെ തവിടുപൊടിയായി പോകും എന്ന് ഞാനും എൻ്റെ കൂട്ടുള്ള പല ശുദ്ധാത്മാക്കളും കരുതിയിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ നേരെ തല തിരിച്ചാണ് സംഭവിച്ചത്. ഞാൻ ഇതിനെപ്പറ്റി ഒരു പുനർചിന്ത, എന്തുകൊണ്ട് എൻ്റെ ചിന്തയ്ക്കും അല്ലെങ്കിൽ എൻ്റെ ധാരണയ്ക്കും ഒരു തെറ്റായ തോന്നല് നിങ്ങൾക്ക് ഇടയായി എന്നൊരു അപഗ്രഥനം നടത്തിയപ്പോൾ എനിക്ക് ഒരു കാര്യമാണ് മനസ്സിലായത്. ഈ TV ആയാലും പത്രങ്ങളായാലും എന്ത് പ്രചരണങ്ങളും കുപ്രചരണങ്ങളും നടത്തിയാൽ പോലും ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ 4-4.5 കൊല്ലത്തെ ഭരണത്തിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് എന്ത് കിട്ടി എന്നുള്ള അവരുടെ ചിന്തയാണ് ഈ കേരളത്തിൽ മഹാഭൂരിപക്ഷം മുമ്പെന്ത് കിട്ടി ഇപ്പൊ എന്ത് കിട്ടി. ജനക്ഷേമ പദ്ധതികൾ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, കയർ ഫാക്ടറി തൊഴിലാളി പെൻഷൻ, ഇങ്ങനെയുള്ള പെൻഷൻ പദ്ധതികൾ എല്ലാം തന്നെ മുൻ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ആ തുകകളെല്ലാം നാമമാത്രമായിരുന്നു, അത് വല്ലപ്പോഴും തോന്നുമ്പോൾ കൊടുക്കുമായിരുന്നു എങ്കിൽ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഇന്ന് തന്നെ 1600 രൂപയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു 1600 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 500 രൂപയ്ക്ക് മേൽ ഒരു ദിവസം ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ കിട്ടുക എന്ന ഒരു മഹത്തായ കർമ്മം ഓരോ മാസവും അവർ വീട്ടിലെത്തിച്ചു കൊടുക്കുക. അതിൻ്റെ റിയാക്ഷൻ ജനങ്ങളിൽ എന്തുമാത്രം ഉണ്ടാകുമെന്നുള്ളതിനെ പറ്റി പലരും മനസ്സിലാക്കിയതില്ല. മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങൾ ഈ കൊറോണ ആയാലും വെള്ളപ്പൊക്ക കാലത്തായാലും ആളുകൾക്ക് ഒരു ദുരിത ദുഃഖങ്ങളുടെ എല്ലാ കാലഘട്ടങ്ങളും വന്നപ്പോഴെല്ലാം തന്നെ ഒന്നാന്തര വരിയും അതോടൊപ്പമുള്ള പലവ്യഞ്ജനങ്ങളെന്ന് പറയുക, ഇതെല്ലാം കൊടുത്തു. ആ കൊടുത്തു എതിർക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് കൊടുത്തത് ഇന്ന് കൊടുത്തതും തമ്മിലുള്ള വ്യത്യാസം, കേന്ദ്ര ഗവൺമെന്റ് സഹായവും സഹകരണവും ഉണ്ടായിരിക്കും. അതെല്ലാം കൃത്യമായി അതാത് ആളുകളുടെ വീട്ടിൽ എങ്ങനെ എനിക്ക് പോലും കിട്ടി. അങ്ങനെ ആ കേരളത്തിലുള്ള ആവാലവൃദ്ധ ജനങ്ങൾ, പണക്കാരനും പാവപ്പെട്ടവരും എൻ്റെ ഗ്രേഡ് അനുസരിച്ച് എനിക്ക് അരിയൊന്നും തരുന്നില്ല, പയറ് കിട്ടി. പിന്നെ ഞാൻ ആ പയറ് മിനിഞ്ഞാന്ന് കഴിച്ചു. ഇത്ര സുന്ദരമായി. പണ്ട് പയറ് കിട്ടിയാൽ ഗുരുവായിരിക്കും, അല്ലെങ്കിൽ കഴിക്കാൻ കൂടുതലായിരിക്കും, മോശം സ്റ്റാൻഡേർഡിലായിരിക്കും. എങ്കിലും ഇന്ന് കിട്ടുന്ന ആ സിവിൽ സപ്ലൈസ് വഴിയോ അല്ലെങ്കിൽ റേഷൻ കാർഡ് വഴിയോ കിട്ടുന്ന അദ്യോപയോഗ സാധനങ്ങളുടെ ക്വാളിറ്റി ഇത്രയും ബെസ്റ്റ് ക്വാളിറ്റി. ഒരുപക്ഷെ ശർക്കരയും മോശം വന്നപ്പോൾ നിർത്തി പഞ്ചാരയാക്കി. ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യം ജീവിതത്തിലെ അവർക്ക് കിട്ടിയ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളാണ് വോട്ടായി മാറി. ആ വോട്ടായി വന്നപ്പോൾ എന്ത് പറ്റി? ആരോപണങ്ങളും അതുപോലെ ഒരുപാട് തകർച്ചകളും കുറെയെല്ലാം ആരോപണങ്ങൾക്ക് കാരണമുണ്ട് താനും. ആ സ്വർണ്ണക്കടത്തും 5000 പേര് ഒക്കെ ഒരുപാടുണ്ടായല്ലോ. ഖുർആൻ ഇറക്കുമതി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഈ ഗവൺമെന്റ് ഇമേജ് തകരാനുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ട് പോലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ആ നന്മ കണക്കെടുത്തപ്പോൾ അതൊന്നും
ഒരു വലിയ പ്രശ്നമായി കണക്കാക്കാതെ ജനങ്ങൾ അഹമികയായി വോട്ട് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് ഇടതുപക്ഷം പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു വൻപിച്ച വിജയം കൊയ്യാൻ സാധിച്ചതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യോഗത്തിനകത്ത് BDJs ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരുണ്ട്, CPIക്കാരുണ്ട്, BJPക്കാരുണ്ട്, നക്സല് എന്തിനു വേണ്ടി കേരളത്തിലുള്ള എല്ലാ കിടുപിടി പാർട്ടിയുടെ ആളുകളുണ്ട്. SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ തീരുമാനം നാളെ വരെ എടുത്തിട്ടില്ല. അതെടുക്കണമെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് ആ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു സാമൂഹ്യ നീതി ഏതെല്ലാം പാർട്ടിയിൽ നിന്ന് ലഭിച്ചു, ഏതെല്ലാം പാർട്ടിയിൽ നിന്ന് ലഭിക്കാതെ പോയി എന്നുള്ളതിനെ പറ്റിയൊരു ചിന്തനം അല്ലെങ്കിൽ ഒരു ചിന്ത കൗൺസിൽ ചിന്തിച്ച ശേഷമല്ലാതെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുക എന്നുള്ളത് ഇത്തരണത്തിൽ സാധ്യമല്ല. മാത്രമല്ല, ഇലക്ഷൻ നമ്മുടെ വന്നു എന്നുള്ളതല്ലാതെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഡിക്ലെയർ ചെയ്യാത്തിടത്തോളം കാലവും സ്ഥാനാർത്ഥി നിർണ്ണയിക്കാത്തിടത്തോളം കാലം അതെല്ലാം നിർണ്ണയിക്കട്ടെ. പക്ഷെ എന്നാലും ചില രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ചിലത് കാണുമ്പോൾ ചിലതൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം CPIയുടെ ഒരു അഭിപ്രായം പത്രത്തിൽ കണ്ടു. അതായത് 90 വയസ്സ് കഴിഞ്ഞ ആളുകളെ നിർത്തേണ്ടതായിരുന്നു. 90 വയസ്സുള്ള ഒരു CPIക്കാരൻ്റെ എഴുത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ 2-3 പ്രാവശ്യം നിന്നവരെ അവർ മാറ്റുന്നു എന്നൊരു നയെടുത്തു. കൊള്ളാം, നല്ലത് തന്നെ. പക്ഷേ അതിനകത്ത് തന്നെ ഒരു പ്രായോഗികത കാണാമായിരുന്നു. കാരണം ഈ നയം തന്നെയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും. പക്ഷെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നയം എടുത്തപ്പോൾ അവർ പറഞ്ഞ് 3 പ്രാവശ്യം നിന്നൊരു മാറണം. എന്നാൽ തന്നെ ജയസാധ്യതയുള്ള ആളുകളെ നിലനിർത്തുകൂടെ വേണമെന്നുള്ള ഒരു അടിക്കൂർ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നിച്ച് വെട്ടി നിർത്തുകയില്ല. കാരണം ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ്. ആ ജയസാധ്യതയുള്ളവർ ഈ നയത്തിൽ നിന്ന് അല്ലെങ്കിൽ തീരുമാനത്തിൽ നിന്ന് എക്സംഷൻ. പക്ഷെ CPI ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ചേർത്തലയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു MLA ഉണ്ട്, മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിനായാലും വലതുപക്ഷത്തിനായാലും തിലോത്തമന്റെ പ്രവർത്തനത്തെ പറ്റിയുള്ള അങ്ങേറ്റം പ്രശംസിച്ചുകൊണ്ടിരിക്കുകയും കേരളത്തിൽ ഈ വകുപ്പ് നല്ല ഭംഗിയായിട്ട് ഭക്ഷ്യസാധനങ്ങൾ കൃത്യമായി സത്യസന്ധമായും വിതരണം ചെയ്ത കേരളത്തിലെ ഒരു മുഴുക്കനായ മന്ത്രി എന്ന ഒരു പേര് സമ്പാദിച്ച അദ്ദേഹത്തെ കൂട്ടുള്ള ആളുകളെ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഒഴിവാക്കിയിട്ടുണ്ട്. ആരെ കൊണ്ടുവരും? പക്ഷെ കൊണ്ടുവരാൻ ആളിഷ്ടം പോലെ ആളുമായിരിക്കും. ആ ഇഷ്ടം പോലെ ആളുണ്ടെന്ന് വിചാരിച്ച് ആ പാർട്ടിക്ക് ഇഷ്ടമുള്ള ആളെ ഇറക്കിയാൽ ജനങ്ങൾക്ക് ഇഷ്ടമാണ്ടേ? അതാണ് പ്രായോഗിക രാഷ്ട്രീയ ഗുണമാണ്. കൊണ്ടുവരുന്ന ആളുകൾ പാർട്ടി പറയുന്നിടത്തെല്ലാം വോട്ട് കുത്തുന്ന കാലമല്ല ഇപ്പോ. ഈ തിലോത്തമന് ഇന്ന് ചേർത്തലയിൽ നിറഞ്ഞു നിൽക്കുന്ന ജനസമ്മതിയുള്ള കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും എല്ലാവർക്കും മനസ്സുകൊണ്ട് സംതൃപ്തിയുള്ള എല്ലാ പാവങ്ങളുടെ ഇടയിലും ഇറങ്ങി ഓരോ കുടിലും കയറി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ നേതാവാണ്. രാഷ്ട്രീയത്തിനുപരിയായി എല്ലാവരും നല്ലപോലെ സ്നേഹിക്കുകയും അവരോടെല്ലാം സ്നേഹം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജനകീയ നേതാവാണ്. അദ്ദേഹത്തെ കൂട്ടുള്ള ആളുകളെ മാറ്റിയിട്ട് ചേർത്തലയിൽ നിന്ന് ഒരു ജൂനിയർ നേതാവിനെ പലയിടത്തും കൊണ്ട് ഇറക്കുകയും അവിടെയുള്ള ഒരു ഇടത്തിൽ ജനങ്ങൾ എന്തുമാത്രം ഉൾക്കൊള്ളും എന്നുള്ളതിനെ പറ്റി കൂടി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം ജയമാണ് ലക്ഷ്യമെങ്കിൽ അപ്രായോഗികമായ രാഷ്ട്രീയ നിലപാടുകളും ഒരിക്കലും ശരിയല്ല എന്ന് എന്നെ കൂട്ടുള്ളവർക്ക് തോന്നുന്നു. പക്ഷെ തീരുമാനിക്കാൻ നമുക്കൊന്നും അധികാരമില്ല. ഓരോരുത്തരും രാഷ്ട്രീയക്കാരുടെ പൊളിറ്റിക്കൽ തീരുമാനത്തെ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, ചേർത്തലയിൽ ഈ പറഞ്ഞ ആളെ ഒഴിവാക്കിക്കൊണ്ട് CPIയുടെ മറ്റൊരു സ്ഥാനാർത്ഥി നിർത്തിയാൽ എത്ര വോട്ട് കിട്ടുമെന്ന് വേണമെങ്കിൽ ഒരു പരീക്ഷ എടുത്ത് നോക്കട്ടെ. അപ്പോൾ നമുക്കറിയാൻ സാധിക്കുള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത്
ഞങ്ങൾ SNDP-യും ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല. സമത്വ മുന്നേറ്റ യാത്ര നടത്തിയപ്പോൾ നൗഷാദിന് കൊടുത്തതുപോലെ തന്നെ 20 ലക്ഷം രൂപ മറ്റുള്ള അതേ വെല്ലിനകത്ത് ബോർവെല്ലിനകത്ത് കൊടുക്കുമെന്നേ ഞാൻ പറഞ്ഞോളൂ. പക്ഷെ അത് ഉടനെ തന്നെ ഇവരെല്ലാം കൂടി രാഷ്ട്രീയമായി ഇരുത്തുകൊണ്ട് ഞാനൊരു വർഗീയ ഉദ്ദേശം വരുത്തി വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ഇവിടുത്തെ KPCC പ്രസിഡന്റ് ശ്രീ സുധീരൻ എൻ്റെ പേരിൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതി രമേശ് ചെന്നിത്തല തന്നെ ഇവിടെ ഹോം മിനിസ്റ്റർക്ക് എഴുതി കൊടുക്കുമ്പോൾ ഹോം മിനിസ്റ്റർക്ക് എഴുതി കൊടുക്കുമ്പോൾ KPCC പ്രസിഡന്റ് എഴുതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അനുസരിക്കാൻ ബാധ്യതയുള്ള അദ്ദേഹം എന്നെ പ്രതിയാക്കി ആലുവ SP-യോട് നിർദ്ദേശിച്ചു എന്നെ പ്രതിയാക്കിയാൽ അറസ്റ്റ് ചെയ്തകത്താൻ. നിങ്ങളൊന്ന് ആലോചിക്കണം ഞാൻ എന്ത് തെറ്റായിരുന്നു. പക്ഷെ ഞാൻ കോടതിയെ സമയം ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ജയിലിലായിരുന്നു. അന്ന് പറഞ്ഞതെന്താണ്, കാസർഗോഡ് നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് സമാപിക്കുന്നതിന് മുമ്പ് ഞാൻ കാരാഗ്രഹത്തിലായിരിക്കുമെന്നാണ് ഇന്ന് കോൺഗ്രസ്സുകാരെല്ലാം പറഞ്ഞു ഞാൻ അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്നത്. പക്ഷെ ഹൈക്കോടതി ഇടപെട്ടപ്പോൾ പറഞ്ഞു, ഹൈക്കോടതി പറഞ്ഞു എന്താണ് തെറ്റാ മനുഷ്യൻ പറഞ്ഞത്, എന്ത് വർഗീയത പറഞ്ഞു. ആ മാനുഹോളിൽ പറയാ മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ മരിച്ച ഒരാൾ കൊടുത്ത പോലെ തന്നെ മറ്റുള്ളവർക്കും നീതി കിട്ടണമെന്നല്ലേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രമത്തിൽ തടയിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാം ഈഴവന്റെ ഒരു വികാരമായി മാറി. മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിക്കണം, ഭൂരിപക്ഷ സമുദായ ഐക്യം എന്നൊരു ആശയം ഉയർത്തി NSS ഞാനുമായി മുമ്പോട്ട് പോയപ്പോൾ ആ ഭൂരിപക്ഷത്തിന്റെ ഐക്യത്തിന് മുമ്പോട്ട് പോകുന്ന സമയത്ത് തന്നെയാണല്ലോ NSS നേതൃത്വം പറഞ്ഞ് ഭൂരിപക്ഷ സമുദായത്തിന് താക്കോൽ സ്ഥാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി എടുക്കുന്ന താക്കോല് വാങ്ങിച്ചു. ആര്? സുകുമാരൻ നായർ. ഈ താക്കോല് മേടിച്ചവൻ ആർക്കും മേടിക്കണമെന്നോ വേണ്ടെന്നോ നമ്മളോട് ആലോചിക്കാതെ തന്നെ ഈ ഡിമാൻഡ് വെച്ച് ഉമ്മൻചാണ്ടി എടുക്കുന്ന ഹോം മിനിസ്റ്റർ എന്ന ആ താക്കോൽ കൈ മേടിച്ച ശേഷം ആർക്ക് കൊടുത്തു? രമേശ് ചെന്നിത്തലക്കാണ് താക്കോൽ കൊടുത്തത്. എന്നാൽ കിട്ടിയ രമേശ് ചെന്നിത്തല ഭൂരിപക്ഷ സമുദായ ഐക്യത്തിന്റെ ശക്തിയിൽ കിട്ടിയ ഈ താക്കോല് ഇത് ഞാൻ കിട്ടിയ എനിക്ക് കിട്ടി എന്നുള്ള ഒരു വാക്കും ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യത്തിന്റെ ശക്തമായി നിന്ന വക്താവായ എന്നോട് വേണ്ടിയിട്ടില്ല. കിട്ടിയ ഉടനെ അദ്ദേഹം എന്താണ് ചെയ്തത്? പത്മാസുരന് വരം കിട്ടിയ പോലെ ഇതിനുവേണ്ടി ശ്രമിച്ച് കഷ്ടപ്പെട്ട നമ്മുടെ നെറുകയിൽ തന്നെ എനിക്കൊരു പണിയാണ് തന്നത്. അദ്ദേഹം പണി ചെയ്ത് തരുവാൻ നിർബന്ധനായി. പക്ഷെ അപ്പോഴൊരു കാര്യം മനസ്സിലായി, ഈഴവ സമുദായത്തോടും നേതാക്കന്മാരോടും എന്ത് ചെയ്താലും ആർക്കും ഒന്നും ചെയ്യാനൊക്കില്ല എന്നൊരു തോന്നൽ കോൺഗ്രസ്സുകാർക്ക് അഹങ്കാരത്തിന് കൈയും കാലും വെച്ച രീതിയിൽ മുമ്പോട്ട് പോവുകയും NSS പറയുന്നത് മാത്രം കേട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഭരണവും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും NSS ചേരുന്ന ഒരു ഭരണമായി മാറി UDF-ന്റെ കൂടെ. അത് മാറ്റണമെന്നുള്ളൊരു വലിയ വികാരം തന്നെ സമുദായത്തിനകത്തുണ്ടായി. ആ വികാരമാണ് UDF-നെ 5 കൊല്ലത്തുനിന്ന് ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായി എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് അത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അറിവും തിരിച്ചറിവുണ്ടായത്. അപ്പൊ ഈഴവനെ ഒഴിവാക്കിക്കൊണ്ട് കേരള ഭരണത്തിൽ ഒരു രാഷ്ട്രീയകക്ഷിക്ക് പോകാൻ സാധിക്കില്ലെന്നും ഒരു സമുദായ നേതാവിന്റെ വീട്ടിൽ പോകരുതെന്നും എന്നുകൊണ്ട് സുധീരനും ഒരു സമുദായ നേതാക്കന്മാരുടെ വീട്ടിൽ പോകരുതെന്ന് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പോൾ സമുദായ നേതാക്കന്മാരുടെയും അതുപോലെ മത നേതാക്കന്മാരുടെയും വീടുകളിലെല്ലാം തന്നെ ആസ്ഥാനത്തും എല്ലാം തന്നെ ഇന്ന് അവരുടെ തീരുമാനപ്പെടുന്നത് തന്നെ ആയിക്കൊണ്ടായിരിക്കാം കയറി ഇറങ്ങി അവരുടെ തെറ്റുകളോ കുറവുകളോ ആവശ്യങ്ങളോ അവസ്ഥകളോ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെടുത്ത ആ പഴയ തീരുമാനങ്ങൾ തെറ്റിപ്പോയി എന്ന് അവർക്ക് തന്നെ തോന്നി. ആ തെറ്റ് തിരുത്തലിന്റെ പ്രായശ്ചിത്തമായിട്ടായിരിക്കണം എന്നെ കൂട്ടുള്ളവരൊക്കെ ഒന്ന് കണ്ടത്.
എനിക്ക് കണ്ടതിൽ എല്ലാ പല നടേശം കാണാൻ ആരും വന്നിട്ടില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എന്നെ കാണാൻ വന്നു. ഞാനവർ സ്വീകരിച്ചു. എനിക്ക് പറയാനുള്ളത് എല്ലാവരും അവരോട് പറഞ്ഞു. അതെല്ലാവരും കേട്ടു. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ആരായിരുന്നു? ഇന്നിപ്പോ കേരളത്തിലുള്ള 10, 18, 19 MP മാത്രം ഒതുങ്ങിയെന്ന് മാത്രമല്ല, കോൺഗ്രസിനകത്ത് ഇന്ന് കേരളത്തിൽ ഒറ്റ ഈഴവ MLA പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയില്ലേ? കോൺഗ്രസ് ആരുടെ കോൺഗ്രസ്സായി മാറി? ഇവിടെ മതേതരത്വമാണല്ലോ എല്ലാവരും പ്രസംഗിക്കുന്നത്. ഈ മതേതരത്വം പറയുന്ന ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ മതേതരത്വം ഒച്ചത്തിൽ പറയുന്ന മുസ്ലിം ലീഗ്, മതേതരത്വം പറയുന്ന കേരള കോൺഗ്രസ്, ഇവരിൽ ആരെങ്കിലും ഒരു കൂട്ടരെ ഈഴവനെയോ ഭിന്നകക്കാരനെ ജയിക്കുന്ന ഒരു സീറ്റിൽ ഇവർ നിർത്തി മത്സരിപ്പിക്കുവാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? എന്ത് മതേതരത്വമാണ്? ഇവിടെ ഒരു മതേതരത്വമില്ല. മതേതരത്വത്തിലൂടെ കള്ളനാണയമാണ്. മതേതരത്വം ശരിയായ മതേതരത്വമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഒന്നിച്ച് ബായി എന്ന് പറഞ്ഞ് നടന്നല്ലേ പിന്നോക്ക സമുദായം, സംവരണ സമുദായം എന്ന് പറഞ്ഞു നടന്ന ഞങ്ങള് ലീഗ്. എന്തുകൊണ്ട്? ഞങ്ങളെല്ലാം പിന്നോക്കക്കാരല്ലേ, സംവരണ സമുദായം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിടുന്നല്ലേ? ഒരു ഈഴവിനെ ജയിക്കുന്ന സീറ്റ് നിർത്തുകയില്ല. കേരള കോൺഗ്രസ് അവർ നിർത്തുവോ? നിർത്തുകയില്ല. തുടർന്ന് നിങ്ങൾ കണ്ടില്ലേ, PSC നിയമനം വന്നു. 8ഓളം ആള് നിയമിച്ചപ്പോൾ ഘടകകക്ഷിക്ക് എല്ലാം തന്നെ കൃത്യമായി സത്യസന്ധമായും ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കും പിണറായി അവർക്ക് എല്ലായും ഒരു 10 ആളെ പോലും കൂട്ടാൻ കഴിവില്ലാത്ത ഘടകകക്ഷികളുണ്ട് ഇതിനകത്ത്. അവർക്ക് പോലും കൊടുത്ത് PSC നിർത്താനും. പക്ഷെ അവർ വെച്ചപ്പോൾ വെച്ചത് എങ്ങനെയാണ്? അവരുടെ സമുദായത്തിൽപ്പെട്ടവരെ വെച്ചു. ഒരു മതേതരത്വം പറയുന്നവർ എന്തുകൊണ്ടാണ് ഒരു സാമൂഹ്യ നീതി രംഗത്ത് കാണാഞ്ഞത്? അവിടെ വന്നപ്പോൾ 70 തന്നേയുള്ളൂ. മുസ്ലിമിന് 3, ക്രിസ്ത്യാനിക്ക് 3, നായർക്ക് 1, ഈഴവനും. അപ്പൊ അവർ കിട്ടിയപ്പോഴും കേരള കോൺഗ്രസിന് അറിയാത്ത ആവാച്ചിന് കിട്ടിയപ്പോഴും വെച്ചത് ഒരു ക്രിസ്ത്യാനി. അപ്പൊ ഈ മതേതരത്വം എന്ന് പറഞ്ഞ കള്ളാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിവുണ്ട്. ഈ രാജ്യത്ത് മതമുണ്ട്, ജാതിയുണ്ട്, വർഗമുണ്ട്, ഉണ്ട്. ഇതെല്ലാം നിലനിൽക്കും, ലോകാവസാനം വരെ നിൽക്കും. ഇത് അതിന് വിശ്വാസങ്ങൾ. നമ്മുടെ ഇവിടുത്തെ ഗോവിന്ദൻ മാഷ് ഒരു സത്യം പറഞ്ഞു. ആ ഗോവിന്ദന്മാരുടെ സത്യം പറഞ്ഞപ്പോ എല്ലാവരും കൂടെ കയറി കൊത്തി നിങ്ങളെല്ലാം കൊല്ലാൻ നടക്കുകയാണ്. പക്ഷെ ഇവിടെ സത്യം പറയുന്നതെല്ലാം കൊല്ലാൻ നടക്കുകയാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കറക്റ്റാണ്. കൽക്കട്ട തീസിൽ എന്താ പറഞ്ഞിരുന്നത്? ലോക്കിലൂടെ ഇവിടെ ഇന്ത്യ പിടിച്ചെടുക്കാനാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുത്തിയില്ല. അത് അപ്രായോഗികമാണ് എന്ന് കണക്കായിക്കൊണ്ട് തിരുത്തി. അവരുടെ ഈ വിശ്വാസങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വിശ്വാസികളാണ് മഹാഭൂരിപക്ഷം. ആ വിശ്വാസികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യം കെട്ടിപ്പടുക്കാൻ ഇവിടെ സാധ്യമല്ല എന്നൊരാശയമാണ് ഗൗതം മാഷ് പറഞ്ഞത്. ആ സത്യം പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ മാറാമോ ഗൗതം മാഷയെ കണ്ട് രാഷ്ട്രീയപരമായി അമ്മാനമാണ്. ഇതാണ് ഇവിടെ നേരെ ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ ഏതായാലും ഗോവിന്ദൻ മാഷിന്റെ പല നയത്തോടും ഭാഷയോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഗോവിന്ദൻ മാഷ് സത്യമായി തുറന്നു പറഞ്ഞപ്പോൾ അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സിലാണ് നമുക്ക് വേണ്ടത്. ഇവിടെ മതേതരത്വമൊന്നുമില്ല. വിശ്വാസികളാണ് മഹാഭൂരിപക്ഷം. 99.4% ആളുകളുടെ വിശ്വാസികളാണ്. ആ വിശ്വാസത്തെയും ഈശ്വരവിശ്വാസത്തെയും മാറ്റി നിർത്തിക്കൊണ്ടും അതിനില്ലായ്മ ചെയ്തുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ഇവിടെ കേരളത്തിലല്ല ഇന്ത്യയിലെ ലോകത്ത് വളരാൻ പോകുന്നില്ല. ആ തിരിച്ചറിവ് മാഷ് തുറന്നു പറഞ്ഞു. ആ തുറന്നു പറഞ്ഞപ്പോൾ മാഷെ കുറിച്ചിക്കാനും അത് മുന്നേൽപ്പിക്കാനും അവളെ ശ്രമമാണ് ഇവിടെ നടന്നത്. എന്തുമാകട്ടെ, നാം ഒന്ന് മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ ഇവിടെ നടക്കുന്നത് എന്താണ്? ഇപ്പത്തെ പാലായിൽ കഴിഞ്ഞ പ്രാവശ്യം നിന്ന് മത്സരിച്ചാരാണ്? കാപ്പനെ സംബന്ധിച്ചുള്ള എനിക്ക് വളരെ റെസ്പെക്റ്റാണ്, നന്ദിയുള്ളവരാണ്. ആ കാപ്പൻ നിന്ന് ജയിച്ച ഇടതുപക്ഷത്തിന്റെ സഹായത്തോടു കൂടിയാണ് കാപ്പൻ ജയിച്ചത്. അത് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ടും ഇടതുപക്ഷ ഗവൺമെന്റിനും പിണറായിയുടെയും സഹകരണത്തോടു കൂടി പാലായിൽ ഒരുപാട് വികസന പ്രവർത്തനം ഞാൻ നടത്തിയെന്നും അതോടൊപ്പം തന്നെ പിണറായി ഇടതുപക്ഷത്തോട് നന്ദിയുള്ളവരാണെന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? നന്ദിയുള്ളവരാണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പറയുന്നത്. പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും
ആ മാന്യൻ കഷ്ടപ്പെട്ട് ഒന്ന് ജയിച്ച് പലപ്പോഴും തോറ്റി ആ ജയിച്ച സീറ്റ് തനിക്ക് ഇനിയും വേണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ തെറ്റ്? അതൊരാഗ്രഹമാണ്. ആ ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നുപോയി. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, എന്താഗ്രഹമാണ് കുട്ടനാട്ടിൽ? ചാണ്ടി മരിച്ചു. ആ ചാണ്ടി മരിച്ച ശേഷം കുടുംബസ്വത്താണ് ചാണ്ടിയുടെ മകന് ആ സീറ്റ് കൊടുക്കാൻ. അനിയന് അവർക്ക് തീപ്പെട്ടി കൂട്ടിനകത്ത് ആളെ കൊണ്ടുനടക്കാൻ ചാണ്ടിയുടെ അനിയന് സാധിക്കുമോ? ചാണ്ടിയുടെ ബാഗ് കൊടുത്തക്കാരനായി നടന്നു എന്നുള്ളതല്ലാതെ ഈ അനിയന് എന്താണ് ക്വാളിറ്റി? പക്ഷെ ജനങ്ങളെ ഇങ്ങനെ രക്ഷിക്കരുത്. കാരണം രാഷ്ട്രീയ കൂട്ടുകെട്ട് വരുമ്പോൾ ഈ രാജ്യത്ത് എന്തുകൊണ്ടും ഇടതുപക്ഷത്തിന് 100% വിജയസാധ്യതയുള്ള കുട്ടനാട് സീറ്റ് ഇടതുപക്ഷം എടുക്കണം. അതിലേക്ക് ഈ രാജ്യത്തെ ആ പ്രദേശത്ത് ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ്. രാഷ്ട്രീയ തീരുമാനം എന്തെടുത്താലും അതിനനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യാൻ നിർബന്ധിതമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നത് അത് ജനാധിപത്യമല്ല, അതൊക്കെ ഒരുമാതിരി മതാധിപത്യമാണ്. കുട്ടനാട്ടിൽ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ മാത്രമേ നിർത്തും എന്ന് പറയാൻ കാര്യം, ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. പിന്നോക്കക്കാരൻ എത്രയോ പ്രാവശ്യം അവിടെ നീച്ച സ്ഥലമാണ്. ചാണ്ടിയോട് സ്നേഹമുണ്ട്, അദ്ദേഹം മൺമറിഞ്ഞു. ഉടനെ തന്നെ അനിയൻ വാദവുമായി വരികയും അദ്ദേഹത്തിന് പ്രതീക്ഷയിൽ നടക്കും കിട്ടും. ഇവിടെ ആഗ്രഹിക്കാത്തവരാരുണ്ട്? ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇവിടെ ടെലിഫോൺ പോസ്റ്റും ഇലക്ട്രിക് പോസ്റ്റും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇപ്പൊ ആഗ്രഹിച്ചെടുക്കണം. പ്രത്യേകിച്ചും ഞാൻ എൻ്റെ വീട്ടിലാണ് കതറുകാർ ഒരുപാട് പേര് വരുന്നത്. അവർ 4ാം സ്ഥാനം 3ാം സ്ഥാനം അവർ കതറുപോലും കണ്ടിട്ടില്ലാത്തവർ പോലും ഇവര് വെള്ളാപ്പെടുന്ന് പറഞ്ഞാൽ മതി കാലത്ത് നിന്ന് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോലും കാണാത്ത ആളുകൾ ജാതിയുടെ പേരും പറഞ്ഞ് അങ്ങ് കാസർഗോഡ് വരെ എൻ്റെ ഒന്ന് പറഞ്ഞു. ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആളെ പ്രതീക്ഷിക്കണം. ആ ആഗ്രഹം ദുരാഗ്രഹമാണോ ആഗ്രഹമാണോ എന്ന് ചിന്തിക്കണം. പിന്നെ ഇതിനിടക്ക് താഴെ നമ്മൾ ലിഫ്റ്റ് ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ ലിഫ്റ്റ് ചെയ്യുന്ന ആര് പറയുന്നത്? പക്ഷെ അതുകൊണ്ട് ജനപ്രിയരായ നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് 100% ഒഴിവാക്കിക്കൊണ്ട് അപ്രസക്തരായ ആളുകളെ പൊക്കിക്കൊണ്ടുവന്നല്ലാതെ എല്ലായ്പ്പോഴും ചേർത്തലെ കൂട്ടുള്ള ആളുകൾ വോട്ട് തന്ന് ജയിപ്പിക്കുന്നു അല്ലെങ്കിൽ ജയിക്കും എന്നുള്ള വികാരം ശരിയല്ല. കാരണം CPIക്ക് അതിനുമാത്രം ശക്തിയുള്ള സ്ഥലമല്ല ഇവിടെ. CPMന്റെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ മറ്റു പല ഇക്വേഷൻസും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ആ ഇക്വേഷൻ കൊണ്ടാണ് ജയിക്കുന്നത്. ആ ഇക്വേഷൻസിനെ കാണാതെ പോരുത് എന്ന് ഞാൻ സൂചിപ്പിച്ചാൽ ആ പാർട്ടിയുടെ തീരുമാനം മുഴുവനും ശരിയല്ല, തിരുത്തേണ്ടത് തിരുത്തണം എന്നുള്ള ഒരു അഭിപ്രായം. CPM എടുത്ത തീരുമാനം തെറ്റല്ലേ? ഈ CPI എടുത്ത തീരുമാനം CPM എടുത്തില്ലല്ലോ. അപ്പോ നമുക്ക് കുറച്ചുകൂടെ പ്രായോഗിക രാഷ്ട്രീയം നിലപാട് ഇതുപോലുള്ള കാര്യത്തിൽ അല്പമെങ്കിലും ചേർത്തലെന്താ മാത്രം ഞാൻ എടുത്തു പറഞ്ഞ് എനിക്കറിയാവുന്നതുകൊണ്ടാണ്. പൊതുവെ CPM എടുത്ത പോലെയുള്ള നിലപാടുകൾ എന്നാൽ ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കണം, അതൊന്നും ഒരു തർക്ക വിഷയമല്ല ഞാൻ. പക്ഷെ ഒഴിവാക്കാൻ പാടില്ലാത്തവരെ ജയസാധ്യതയുള്ളവരെ നിലനിർത്തിക്കൊണ്ട് വേണം ഇതുപോലുള്ള രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടതെന്ന് ഒരു എളിയ ഒരു സമുദായ പ്രവർത്തകൻ എനിക്ക് തോന്നുന്ന ചിന്ത നിങ്ങളോടൊപ്പം പകർന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സെക്രട്ടറി, നമ്മൾ BDJSന്റെ ഈ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ ഭാവി എന്താ? ഭാവി എന്താ? ഒരു കാര്യം, BDJS എന്ന് പറയുന്നത് അത് വലിയ ആവേശം തുടങ്ങിയും BDJSന്റെ താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ വാക്കുകളോ വേണ്ടത്ര അവരോട് നീതിയോ പുലർത്തുന്നില്ല എന്നൊരു ആക്ഷേപം അതിൽപ്പെട്ടവർ പൊതുവെ പറഞ്ഞു കേൾക്കുന്നു. ഞാൻ അതിനകത്ത് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ BJP വേണ്ടത്ര അവരോട് പറഞ്ഞ വാക്കുകൾ പാലിക്കുകയും കൊടുക്കുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് BJPയുടെ വായില് ചോക്ലേറ്റ് ആകാതെ BDJS കത്തിക്കണം. അതായത് വായിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിച്ച അവസാനം BDJSനെ വിഴുങ്ങാതെ BJPക്കാർ വിഴുങ്ങാതെ നോക്കിക്കൊള്ളണം പറഞ്ഞ് എന്നോട് പറഞ്ഞ ആളുകളൊക്കെ ഇതിന്റെ പുറകിലൊക്കെ അവിടെയൊക്കെ നിൽപ്പുണ്ട്. ആ പേര് ഞാൻ പറയും, ഇത് ഞാൻ പറയണതല്ല. കാരണം അങ്ങനെ ചോക്ലേറ്റ് ആകണമെന്ന് അവർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ഈ 5-6 കൊല്ലത്തിനുള്ളിൽ അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ
തരാന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞ കൊടുക്കുക ചെയ്യണ്ടേ? ആൾ ഇന്ത്യ ബേസിസിൽ BJP തന്നെ ഇനിയും ഭരിക്കും. അതിനിപ്പോ തർക്കമൊന്നും വേണ്ട. കോൺഗ്രസ് എന്ന് പറഞ്ഞ ആൾ ഇന്ത്യ ബേസിൽ തകർന്ന ഹരിപ്പണമായി. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ സാധനം. ബാക്കി എല്ലാം തീർന്നു. പിന്നെ ആൾ ഇന്ത്യ ബേസിസിൽ കേരളത്തിന് ഇന്ത്യയിൽ അതിനെ നയിക്കാൻ പറ്റുന്ന ഒരാൾ പോലും ഇല്ല എന്ന് അതിൽപ്പെട്ടവർ തന്നെ സ്വകാര്യമായി പറയുന്നു. ആൾ ഇന്ത്യ ബേസിൽ കോൺഗ്രസ് തകർന്നു, BJP വളർന്നു, ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. തുടർ ഭരണം എന്നെ കണ്ട കോൺഗ്രസ്സുകാരുടെ ഇവരുടെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിഷ്പക്ഷമായിട്ട് പറയാണ്. അവരും പറയണത് ഞങ്ങൾക്ക് കിട്ടുമെന്ന വലിയ പ്രതീക്ഷയില്ല ജനറൽ സെക്രട്ടറി, കാരണം നമുക്ക് ഇപ്പോഴൊന്നും ശ്രമിച്ച് കിട്ടിയില്ല, പിന്നെ എന്ന് കിട്ടാനാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം തുടർ ഭരണത്തിനുള്ള സാധ്യത മറുഭാഗത്ത് കാണുന്നു എന്നുള്ളൊരു സൂചനയല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പൊതുവെ ഒരു തുടർ ഭരണം കിട്ടാതിരിക്കാനുള്ള സാഹചര്യം ഇവിടെ കാണുന്നില്ല. ഈ പറഞ്ഞ ഏറ്റവും മോശം പരിസ്ഥിതി ഉണ്ടായിരുന്നില്ല അന്ന് ഉണ്ടായ തിരുവല്ല പഞ്ചായത്തിന്റെ റിസൾട്ട് തകർപ്പം വിജയല്ല. കാരണം സാധാരണക്കാരനാണ് വോട്ട് ചെയ്യുന്നത്. ഈ ചാനലും വീഡിയോയിലൊക്കെ ഒരുപാട് കത്തിച്ച് വിട്ടായിരുന്നല്ലോ. എന്നിട്ട് പോലും എങ്ങനെയൊക്കെ ഞാൻ അന്തപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയല്ലോ സാധാരണക്കാർക്ക് കിട്ടിയ പ്രയോജനമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഇടതുപക്ഷം തുടർ ഭരണം ഉണ്ടാകില്ല എന്ന് പറയാൻ സാധിക്കില്ല. അതൊക്കെ ഇതിനൊക്കെ വലിയ പെരുന്നാൾ വന്നായിരുന്നല്ല. എന്നിട്ട് മാപ്പ വള്ളി പോയാ അത് കണ്ടതല്ലേ? വെള്ളിയാഴ്ച പോകുന്നുള്ളൂ. വെള്ളിയാഴ്ച പോകുന്നു. അതൊക്കെ ഇങ്ങനെ കിടക്കും. ഇതൊക്കെ ഭരണമാണ്. ആ ഭരണത്തില് ഒരു പ്രതിപക്ഷം അവർ എതിർക്കേണ്ട പാർട്ടി എതിർക്കണം, ഭരണപക്ഷം അതിനെ എതിർക്കേണ്ട പാർട്ടി എതിർക്കണം. അതൊക്കെ രാഷ്ട്രീയമായിട്ട് കാണേണ്ടതാണ്. അപ്പൊ എന്നൊന്നും വിട്ടകരുത്.